ഹലോ അസ്സലാമു അലൈക്കും. എന്താ എല്ലാവർക്കും സുഖല്ലേ? ഫസ്റ്റ് തന്നെ എല്ലാവർക്കും റമളാൻ മുബാറക്ക്. സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നോമ്പ് കൂടി വന്ന അൽഹംദുലില്ലാ. അപ്പോൾ നോമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്ളോഗ് ഞങ്ങൾ ഇന്ന് ഇടുന്ന നോമ്പിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടെ മസ്കത്തിലുള്ള ബൗഷറിലെ സുൽത്താൻ ഗാബൂസ് ഗ്രാൻഡ് മസ്ജിദിൽ പോയിട്ടുണ്ടായി. ആടുത്ത വീഡിയോസ് ഞങ്ങൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിൻ്റെ എൻട്രൻസിലെത്തി. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് പോകട്ടെ നമുക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം ഗ്രാൻഡ് മോസ്ക്. മസ്കത്തിലുള്ളവർക്കെല്ലാം അറിയാം. ഞങ്ങൾ അസ്ര നിസ്കാരവും ഇന്ത്യയിലെ 4 ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര പാങ്ങാവും ഒരു കാണാൻ. മാഷാ അല്ലാ, അത് എന്തോ ഒരു പ്രത്യേകത തന്നെ. പിന്നെ അങ്ങനെ റമളാൻ്റെ ബ്ലോഗായിട്ടെല്ലാം ഇടണമെന്നല്ല നമ്മൾ കുറേ നാളായി ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും ഇച്ച് ചേർന്ന് എന്തായാലും ഗ്രാൻഡ് മോസ്കിൽ പോയിട്ട് വരാം. പിന്നെ ആടെ പോയെങ്കിൽ നമുക്ക് ഭയങ്കര പീസെല്ലാം കിട്ടുന്നത്. അങ്ങനെ പോയി നിസ്കരിച്ചിട്ടെല്ലാം വരാം. പിന്നെ ഒരു ബ്ലോഗ് കൂടാന്ന്. പിന്നെ 2-3 എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രാൻഡ് മോസ്കിൻ്റെ വീഡിയോ ഇടുമെന്ന്. അടുത്തത് മറ്റേ യൂട്യൂബേഴ്സ് എല്ലാം ഇടലുണ്ട്, നീ കിട്ടൂടെന്ന് ചോദിച്ചു ഞാൻ. അപ്പം അതെല്ലാം കൊണ്ട് തന്നെ ഇങ്ങനെ ഇടാനായിട്ട് പ്ലാൻ ആക്കിയ. പിന്നെ കുറേ പ്രാവശ്യം വന്നിനാ ഇവിടെ മാഷാ അല്ലാ. ഉമ്മാൻ്റെ ഊർ ഉണ്ടാകുമ്പോൾക്ക് വന്നിനാൻ. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്തെല്ലാം വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചിട്ട് ഓതിയിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമെല്ലാം കിട്ടുന്നത്. അപ്പം അതിനെ കൊണ്ട് ആ ഒരു പ്രത്യേകത ഉണ്ടതിനെ കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സഹല എന്ന് പറഞ്ഞിട്ടുള്ള അവളും പിന്നെ ഇച്ചാൻ്റെ ഫ്രണ്ട് റംഷാദ് ഓരെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇത് ഈ മരത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് വരുന്ന ഫുഡെല്ലാം കഴിച്ച്. ഒമാനിലുള്ള ഏറ്റവും വലിയൊരു പള്ളിയാവും ഇത്. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളതിനെ കൊണ്ട് പിന്നെ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഒമാനിൽ വന്നിട്ട് ആരെങ്കിലും വിസിറ്റ് ആക്കാനല്ല ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടും പോലെ ഒരിക്കൽ വന്ന് വിസിറ്റ് ആക്കണം. ഫാത്തിമാനെ സാധാരണ ഇവിടെ കയറ്റലില്ല, കാരണം 10 വയസ്സായ കുട്ടികളെ മാത്രം ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ടുണ്ടായി എനിക്ക് അകത്ത് കയറണമായിരുന്നു. പക്ഷെ മാഷാ അല്ലാ ഇന്ന് ആരും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അകത്തെല്ലാം ഇരുന്നിട്ട് നമുക്ക് നേരെ വരക്കാനെല്ലാം കഴിഞ്ഞു. പിള്ളേരെല്ലാം കഴിഞ്ഞു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ആവും വഴിയുള്ളത്. ഇപ്പോൾ ദാൽഷ പോകുന്നുള്ളത് ജിസാൻ്റെ കൂടെ ആണുങ്ങൾ ആ ഒരു സെക്ഷനാണ് പോകുന്നുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു റഷ് പോലെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സ്ഥലത്ത് ആരും ഉണ്ടായിട്ട് ആകെ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും കുറേ സ്ഥലമുണ്ട്. കണ്ടെങ്കിൽ നേരെ കണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറെല്ലാം സാവധാനത്തിൽ കാണാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഞങ്ങൾ ഡ്യൂട്ടി ഉള്ളതിനെ കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വന്നതാണ്. ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ട് അകത്തും പുറത്തെല്ലാമായിട്ട്. പിന്നെ മെയിൻ ഹാൾ തന്നെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6000-6500 ആൾക്കെല്ലാം നിസ്കരിക്കട. 2001 ഈ പള്ളി വന്നത് ഇവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കുട്ടികളെ അകത്ത് കയറ്റുന്നില്ല എന്ന്. അതായത് മെയിൻ പള്ളിൻ്റെ അകത്തേക്ക് കയറ്റാതെ പിന്നെ പുറത്ത് ചെറിയൊരു
ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള മാറ്റില്ലേ ഇതിനെല്ലാം ഭയങ്കര പ്രത്യേകത ഒരു മാറ്റ്. അതായത് സിംഗിൾ പീസ് ആയിട്ടുള്ള മാറ്റാണ്. മാഷാ അല്ലാഹ് ഇതിൻ്റെ അകത്ത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സന്തോഷവും സമാധാനവും. ഇത് പിന്നെ ഇവിടെ അതാ ബാങ്കിൻ്റെ സമയമെല്ലാം എത്തി വെച്ചിട്ടുണ്ടാവും. ബാറില്ലാതെ കൊണ്ട് ഇങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നല്ലെങ്കിൽ അകത്തേക്ക് ക്യാമറ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. സാധാരണ വെള്ളിയാഴ്ച നമുക്ക് ആ സമയത്ത് അലൗഡ് ഇല്ല ക്യാമറ ഒന്നും കൊണ്ടുവരാൻ. നിസ്കരിച്ച് കുറച്ച് ഖുർആനെല്ലാം ഓതി. അപ്പം ഇത് ഞങ്ങൾ പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തെടുക്കുക ഫുള്ളായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറിയതാ. സാധാരണ പകലല്ലേ വരുന്നത്. അപ്പോൾ ഈ പകൽ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഡോറിലെല്ലാം ഇങ്ങനെ ഖുറാൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ് കാണുമ്പോൾ. പിന്നെ ഇഞ്ചസ് പറയുന്നുണ്ട് അതിനകത്ത് രാത്രി പോയിട്ട് നോക്കണം അകത്തെല്ലാം ഇങ്ങനെ വ്യൂ ഉണ്ടാകണമെന്നെല്ലാം നോക്കണം. സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന ഏകദേശം വൈകുന്നേരമല്ലേ, അതുകൊണ്ട് ഇത് ബാങ്കിൻ്റെ സമയം. ഇവിടുത്തെ ഡോറിലെല്ലാം ഡിസൈനെല്ലാം മാഷാ അല്ലാഹ് നല്ല ഡിസൈൻ. അതായത് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതെല്ലാം സൈഡിലുള്ള പിന്നെ ഇതെല്ലാം ഇപ്പോൾ ആണുങ്ങൾ ഒന്നും ചെയ്യുന്ന സ്ഥലം. ഇത് വെച്ചെടുത്ത വീഡിയോസ് നമ്മകത്ത് കണ്ടിട്ടാണ് ഈ വീഡിയോസിലെല്ലാം നമ്മൾ കാണുന്നത്. ഇപ്പം കാണുന്നില്ലേ, ഇത് ആണുങ്ങളെ നിസ്കരിക്കുന്ന പ്ലേസ്. മാഷാ അല്ലാഹ് നമുക്കൊന്നും അകത്ത് കാണാനൊന്നും കഴിഞ്ഞില്ല. മാഷാ അല്ലാഹ് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലായിട്ടൊരു ലൈറ്റ് കാണുന്നത് സിമ്പിളായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൈറ്റ്. കാണാൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, പ്രേയറെല്ലാം കഴിഞ്ഞു. മാഷാ അല്ലാഹ് അങ്ങനെ ഒമാനിലെ നോമ്പ് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച അല്ലേ. പിന്നെ സൗദിയിലും ദുബൈയിലെല്ലാം ഓൾറെഡി തിങ്കളാഴ്ച. പിന്നെ എന്തെന്നില്ലെങ്കിൽ നമ്മളെ ചാനൽ അൽഹംദുലില്ലാ 1K ആവാൻ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, അതായത് വലിയ ഒരു ഇതായിരുന്നല്ല, സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിരുന്നല്ല, പക്ഷേ അൽഹംദുലില്ലാ എന്നാലും നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടതിനെ കൊണ്ട് ഇത്രയെങ്കിലും ആയല്ലോ. അൽഹംദുലില്ലാ, ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊരു 100K എല്ലാം ആക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ നോമ്പിന് നിങ്ങളെ ദുആലെല്ലാം ഉൾപ്പെടുത്തണേ.
പിന്നെ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അള്ളാഹ് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഞമ്മ ഈ ഗ്രാൻഡ് മോസ്കിൽ മൊത്തമായിട്ട് ഒരു ദിവസം കറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അർഷ്യം അവളെ ഹസ്ബൻഡ് ഫായിസും ഉണ്ടാകുന്ന സമയത്ത് മൊത്തം കറങ്ങിയിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓളെ മിസ്സായിപ്പോയി. ഓളിപ്പോൾ നാട്ടിലുള്ള. പിന്നെ പിന്നെ റമദാനിൽ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ്, ഫുഡിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്തെന്നെല്ലാം ഒന്ന് അതായത് കമൻ്റ് ഇടാവോ. പിന്നെ എങ്ങനത്തെ ടൈപ്പ് വേണ്ടതെന്നല്ല ഇൻഷാ അല്ലാഹ് ഫുഡിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് ബോർഡാവോ, അതായത് അടുത്ത കുറച്ച് റൂൾസ് എല്ലാം ഉള്ള ബോർഡ്. പിന്നെ ഇവിടുത്തെ ഫ്ലവേഴ്സ് എല്ലാം എന്തോ ഒരു പാങ്ങനെ കാണാൻ. അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തത് കുറേ ടൈപ്പിൽ ഫ്ലവർ ചില സമയത്തെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടാ. ഈ ഒരു വ്യൂ നോക്കല്ല, ഭയങ്കര ഇഷ്ടമാവും ഇവിടുത്തെ ഒരു വ്യൂ പുറത്ത് കാണാൻ. ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരിങ്ങനെ നടക്കുന്നുണ്ട്, കുറച്ച് വീഡിയോസും അങ്ങനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിൻ്റെ ഒരു വോയിസ് ഇട്ടാൽ കറക്റ്റായിട്ട് ഇട്ടാൽ നമുക്ക് രാവിലെ വരെ ഉണ്ടാവും. കാരണം വെച്ചെങ്കിൽ ആ പള്ളിയിൽ മാഷാ അല്ലാഹ് അത്രക്കും ഉണ്ടാവും നമുക്ക് കാണാൻ. പിന്നെ എന്തെങ്കിലും മസ്കത്തിലുള്ളവർ വരാത്തവർ എഗെയിൻ ഞാൻ പറയുന്നത് ഒന്ന് ആക്കണം, നമ്മളെ എല്ലാവരും സപ്പോർട്ടാക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.